താമരശ്ശേരി രൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന സുവിശേഷ പ്രഘോഷണമാണ് മിഷൻ റേസ്. മിഷൻ ലീഗിന്റെ ലക്ഷ്യങ്ങളിലൊന്നായ പ്രേക്ഷിത പ്രവർത്തനത്തിൽ കുട്ടികളെ കൂടുതൽ പങ്കാളികളാക്കുകയും അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നതാണ് മിഷൻ റേസിന്റെ ലക്ഷ്യം. താമരശ്ശേരി രൂപത മിഷൻ ലീഗ് ആരംഭിക്കുന്ന പുതിയ സംരംഭം മിഷൻ റേസിന് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. സുവിശേഷ മൂല്യങ്ങൾ ദൈവജനത്തിൽ എളുപ്പത്തിൽ എത്തിക്കുവാൻ നവമാധ്യമ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ സംരംഭം ആരംഭിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ജയ് മിഷൻ. ദൈവദൂതൻ അവളുടെ അടുത്തുനിന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോട് കൂടെ. മനുഷ്യരോടുള്ള ദൈവത്തിന്റെ കരുതലും സ്നേഹവും അതിന്റെ സർവ്വ ആവരണങ്ങളും നീക്കി വെളിപ്പെടുത്തപ്പെട്ട സുദിനമാണ് മംഗളവാർത്ത. പഴയ നിയമ ഗ്രന്ഥങ്ങളിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു വലിയ രക്ഷാകര പദ്ധതിയുടെ പരിസമാപ്തിയും ഈശോയുടെ ജനനത്തിലൂടെ യാഥാർത്ഥ്യവുമായ ദൈവിക പദ്ധതിയുടെ വിളംബരവുമാണ് മംഗളവാർത്ത. രക്ഷാകര ചരിത്രത്തിലെ ഒറ്റപ്പെട്ട സംഭവമല്ല മംഗളവാർത്ത. മറിയത്തെ സംബന്ധിച്ചിടത്തോളം മാലാഖയുടെ സന്ദർശനം വെറും യാദൃശികമായിരുന്നെങ്കിലും അത് സംഭവിച്ചത് ദൈവിക പദ്ധതിയുടെ 6ാം മാസത്തിലായിരുന്നു. ദൈവകുമാരന്റെ പരസ്യ ജീവിതത്തിനു വേണ്ട പശ്ചാത്തലമൊരുക്കുവാൻ ദൈവത്താൽ നിയോഗിതനായവന്റെ ജനന വാർത്ത അറിയിക്കുന്ന മംഗളവാർത്തയും തുടർന്ന് യഥാർത്ഥ രക്ഷകനായ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള മംഗളവാർത്തയും ഉൾപ്പെടുത്തിയാണ് ലൂക്കാസ് സുവിശേഷകൻ മംഗളവാർത്തയെ അവതരിപ്പിക്കുന്നത്. ദൈവ മനുഷ്യന്റെ മഹത്വത്തെ അംഗീകരിച്ച അവസരമാണ് മംഗളവാർത്ത. മാലാഖയുടെ നന്മ നിറഞ്ഞവളെ എന്ന സംബോധന മനുഷ്യ മഹത്വത്തോടുള്ള ദൈവത്തിന്റെ ആദരവിന്റെ തെളിവാണ്. മനുഷ്യത്വത്തോടുള്ള ദൈവത്തിന്റെ പ്രതീക്ഷകളും ഈ സംബോധനയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തന്റെ സൃഷ്ടിയിലുള്ള നന്മയുടെ സാന്നിധ്യത്തെ ഏറ്റുപറയുന്ന ദൈവം മനുഷ്യന്റെ സഹകരണത്തിന് സമ്മതം നേടിയതിന്റെ ഓർമ്മ കൂടി മംഗളവാർത്ത പങ്കുവെക്കുന്നുണ്ട്. സർവപ്രതാപിയും സർവശക്തനുമായ ദൈവത്തെയാണ് പഴയ നിയമ ഗ്രന്ഥങ്ങളിലൂടെ നാം കണ്ടുമുട്ടുക. അനന്തമായ വിശ്വസ്തതയും അനുസരണയുമുള്ള അധികാരി ദൈവത്തിൽ നിന്ന് തന്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി തന്റെ സൃഷ്ടിയുടെ സമ്മതം നേടുന്ന വ്യത്യസ്തനായ ഒരു ദൈവത്തെയാണ് ലൂക്കാസ് സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും യാദൃശികങ്ങളല്ലെന്നും അതിനു പുറകിൽ ദൈവകരങ്ങൾ ഉണ്ടെന്നും തിരിച്ചറിയുമ്പോൾ മറിയം ദാസ്യഭാവത്തിൽ തലകുനിക്കുന്നു. അതെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും യാദൃശികങ്ങളല്ല. നമ്മെക്കുറിച്ചും മാനവരാശിയെക്കുറിച്ചും അനാദിയിൽ നിശ്ചയിക്കപ്പെട്ട രക്ഷകർ പദ്ധതി പരമ്പരയിലെ കണ്ണികളാണ് അവയോരോന്നും. ജീവിതത്തിലെ ഓരോ സംഭവങ്ങളെയും ഈ ഉൾക്കാഴ്ചയോടെ കാണാൻ സാധിക്കുമ്പോൾ നമ്മിൽ രക്ഷകന്റെ വളർച്ച ആരംഭിച്ചു കഴിഞ്ഞു. നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതിന്റെ പൂർത്തീകരണത്തെ ഒരു ദൗത്യമായി സ്വന്തമാക്കുമ്പോൾ നാമും ലോകത്തിന് രക്ഷപ്രദാനം ചെയ്യുന്നവരായി മാറും. മംഗളവാർത്ത ഒരു രക്ഷകന്റെ ജനനത്തിലൂടെ അവസാനിക്കുന്നില്ല. ഓരോ ജനനത്തിലൂടെയും കർത്തവ്യ നിർവഹണത്തിലൂടെ അത് ഇന്നും തുടരുന്നുണ്ട്. ഈ മംഗളവാർത്തയുടെ വിളംബരത്തിലൂടെ അനാവരണം ചെയ്യപ്പെട്ട രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ദൈവമെന്ന് പ്രതീക്ഷയോടെ നോക്കുന്നു. നമ്മെ നിറഞ്ഞു തുളുമ്പുന്ന നന്മയുടെ ശേഷിപ്പുകളെ അംഗീകരിച്ചുകൊണ്ട് ദൈവം നമ്മുടെ നേർക്കൊരു മാലാഖയെ അയക്കുന്ന ദിനമായി ഓരോ മംഗളവാർത്ത ദിനത്തെയും കാണാൻ നമുക്ക് സാധിക്കണം. മറിയത്തെ പോലെ ഇതാ കർത്താവിന്റെ ദാസി എന്ന വിധേയത്വത്തോടെ മന്ത്രിക്കാൻ ശീലിക്കുമ്പോൾ ഓരോ ക്രിസ്തുമസും നമുക്ക് പുതിയൊരു അനുഭവമാകും. ഹൃദയത്തിൽ ഉണ്ണിപ്പിറക്കുന്ന ക്രിസ്തുമസ്. നന്ദി.